ഇതാണ് ക്വസ്റ്റ്യൻ എഴുതി തന്നത്. മെത്തേഡ് 2 യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡിൽ സ്ട്രെസ്സിനെ അനലൈസ് ചെയ്യുന്നത്. ഇതിലെങ്ങനെയാന്ന് പറഞ്ഞത് നമ്മൾ യൂസിങ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ബീറ്റ മെട്രിക്സ്. ബീറ്റ മെട്രിക്സ് എങ്ങനെയാണ് നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുക? ഏതാണോ നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം, ആദ്യം നമ്മൾ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് കാണണം. ആ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ആദ്യത്തെ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം സെലക്ട് ചെയ്യുക, അവിടെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുക, യൂണിറ്റ് ഫോഴ്സ് കൊടുക്കുക. ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ അതിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട് ഇല്ലേ? അപ്പൊ ആദ്യം ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡങ്ങൾ മാർക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു സ്ട്രെസ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ കോർഡിനേറ്റും ഒരു ഹൊറിസോണ്ടൽ കോർഡിനേറ്റും ആണ് ഉണ്ടാവുക. ഇവിടെ എത്ര ജോയിന്റ് ഉണ്ട്? എ, ബി, സി, ഡി, 4 കോർഡിനേറ്റ് ഉണ്ട്. 4 കോർഡിനേറ്റിലും നാല് ജോയിന്റിലും ഈ 2 കോർഡിനേറ്റ്സ് വീതം ഉണ്ടാവും, ഒരു വെർട്ടിക്കലും ഒരു ഹൊറിസോണ്ടലും. ഇനി എയും ബിയും സിയും ഫിക്സ്ഡ് എൻഡുകളാണ് അല്ലെ? ഫിക്സ്ഡ് എൻഡ് ആയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്നുമില്ല. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇല്ല എന്ന് പറഞ്ഞാൽ ആകെ ഡി എന്ന് പറയുന്ന ജോയിന്റിൽ മാത്രം ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാകും. ഏതൊക്കെയാ? ഒരു വെർട്ടിക്കൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരു ഹൊറിസോണ്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ അത് എടുത്തു വരയ്ക്കാൻ നേരം ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിലെന്തൊക്കെ എലമെന്റ് മാർക്ക് ചെയ്യാം? ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ് ആൻഡ് തേർഡ് എലമെന്റ്. എ, ബി, ഇത് ഫിക്സ്ഡ് എൻഡ് ആണ്. ഇതൊരു മെമ്പർ ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യരുത് എ ബി സി എന്നുള്ളത്. ഓക്കെ, ഒരു വോളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു ഫിക്സഡ് എൻഡ്, അതിൽ നിന്ന് കോമൺ ആയിട്ട് 3 മെമ്പേഴ്സ് പോയിട്ടുണ്ട്. ഡി എന്ന് പറയുന്ന ജോയിന്റിൽ ഈ മെമ്പേഴ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നു. ഇനി എന്താണ് നമുക്ക് കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? കോർഡിനേറ്റ്സ് നോക്കാൻ നേരം എയും ബിയും സിയും കോർഡിനേറ്റ്സ്, അവിടെ എന്താ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവില്ല. ആകെ ഉണ്ടാവുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം ഡിയിലാണ്. ആ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ മാർക്ക് ചെയ്യാണ്. ആ മാർക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ മാർക്ക് ചെയ്യാം. ഇതെന്റെ ഫസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം, രണ്ടാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരു ഹൊറിസോണ്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം വെർട്ടിക്കൽ ഡയറക്ഷനിൽ. ഓക്കെ അല്ലേ? ഇത് 1ഉം ഇത് 2. എങ്ങനെ വേണേലും കൊടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതായിരുന്നു സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഏതൊക്കെയാണ്? 2 എണ്ണം ജോയിന്റ് ഡിയില്. സ്റ്റെപ്പ് 2ല് മെത്തേഡിന്റെ പേര് എന്താണ്? യൂസിങ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്. അപ്പം സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ബീറ്റ മെട്രിക്സ് അഥവാ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഡെവലപ്പ് ചെയ്യണം. ബീറ്റ മെട്രിക്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ബീറ്റ മെട്രിക്സിന് നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് നമ്മുടെ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ആണോ അത്രയായിരിക്കും ബീറ്റ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഡിയില് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം, 2 കോളം ഉണ്ടാകും. ആകെ ബീറ്റ മെട്രിക്സിന് 2 കോളം ഉണ്ടാവും. ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ഫസ്റ്റ് കോർഡിനേറ്റിൽ എന്ത് കൊടുക്കുകയാണ്? യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കാം. ഓക്കെ, യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കാൻ നേരം ഫസ്റ്റ് കോളം എങ്ങനെ ഫസ്റ്റ് കോളം കിട്ടുക? അപ്ലൈ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ജോയിന്റ് ഡി along first coordinate. ഫസ്റ്റ് കോർഡിനേറ്റ് എങ്ങോട്ടാണ്? താഴോട്ടാണ് അല്ലെ? അപ്പൊ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുകയാണ്. യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കാൻ നേരം ഈ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടാണ്. താഴോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഓരോ മെമ്പറിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഫസ്റ്റ് കോർഡിനേറ്റിന്റെ ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ എ ഡിയിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, ബി ഡിയിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, സി ഡിയിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബീറ്റ മെട്രിക്സ്. ഇനി ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ആക്സിയൽ ഡയറക്ഷനിലുള്ളത്. മനസ്സിലായോ? നമുക്കിവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മെമ്പർ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്സിയൽ ഫോഴ്സ് ആണ്. അപ്പൊ ആ ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബീറ്റ മെട്രിക്സ് കാണണം. ബീറ്റ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ട്രാൻസ്ഫോർ
ഏതാണോ നമുക്ക് ഇപ്പൊ ഇവിടെ ഫോഴ്സ് അല്ല, ഇവിടെ ഡിഫ്ലക്ഷൻ ആണ്. ഡിഫ്ലക്ഷൻ ട്രാൻസ്ഫോർമേഷൻ. നേരത്തെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൽ അത് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ബീറ്റ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ്. ഇവിടെ കൊടുക്കുന്നത് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. ഈ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ മൂന്ന് മെമ്പർ എ ഡിയും ബി ഡിയും സി ഡിയും ഈ മൂന്ന് മെമ്പേഴ്സിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇൻ ആക്സിയൽ ഡയറക്ഷൻ, അതാണ് ബീറ്റ മെട്രിക്സിൽ വരിക. അപ്പൊ ഫസ്റ്റ് കോളത്തില് ഞാൻ ഫസ്റ്റ് കോർഡിനേറ്റിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തു. അതായത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരു 1 ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ എ ഡിയിൽ ഉണ്ടാവുന്ന ആക്സിയൽ ഡിഫോർമേഷൻ, ബി ഡിയിൽ ഉണ്ടാവുന്ന ആക്സിയൽ ഡിഫോർമേഷൻ ആൻഡ് സി ഡിയിൽ ഉണ്ടാവുന്ന ആക്സിയൽ ഡിഫോർമേഷൻ, ഇതിനെ കോളായിട്ട് എഴുതിയാൽ ബീറ്റ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം കിട്ടി. അപ്പൊ ഇത് ഞാൻ ഇവിടെ ഡിഫ്ലക്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിലുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ പാറ്റേൺ നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഫിഗർ? കുറച്ച് ഞാൻ വലുതാക്കി വരയ്ക്കുകയാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡിയില് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ഡയറക്ഷൻ, ഇത്രയും ഇതില് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇത്രയും ഇത് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പൊ ഇത്രയും ഡിസ്പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ എ ഡിയിലും ബി ഡിയിലും സി ഡിയിലും ഉണ്ടാവുന്ന ആക്സിയൽ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആക്സിയൽ ഡിഫോർമേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എ ഡി എന്ന് പറയുന്ന മെമ്പറിൽ, ഡി എന്ന് പറയുന്ന ജോയിന്റിൽ താഴോട്ട് നമ്മൾ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്താൽ എ ഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിയൽ ഡിഫോർമേഷൻ ഉണ്ടാവുന്നുണ്ടോ? എ ഡിയുടെ റിഫ്ലക്ഷൻ പ്രൊഫൈൽ എങ്ങനെയായിരിക്കും? എ ഡിയുടെ ഒറിജിനൽ ഇങ്ങനെയായിരുന്നു. താഴോട്ട് ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തപ്പോൾ ഈ മെമ്പർ എങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യും? ഇതുപോലെ ഡിസ്പ്ലേസ് ചെയ്യും. അതിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് വെർട്ടിക്കൽ ഡയറക്ഷനിലായതുകൊണ്ട് ഇതിന്റെ ആക്സിയലി ഇതിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല അല്ലെ? ആക്സിയലി ഇതിന് ഏതെങ്കിലും ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ടോ? ആകെ ഇത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷനേ ഉണ്ടായിട്ടുള്ളൂ. ശരിയല്ലേ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഇനി അപ്പൊ എ ഡിയിൽ നമുക്ക് ഡിഫ്ലക്ഷൻ ഒന്നുമില്ല. അപ്പൊ ഞാൻ എഴുതാണ് ഡെൽറ്റ ഇൻ എ ഡി ഈക്വൽ ടു 0. നമുക്ക് ഒരു വാല്യൂ കിട്ടി, ബീറ്റ മെട്രിക്സിൽ ഒരു വാല്യൂ കിട്ടി. ഇനി ബി ഡിയിൽ ഉണ്ടാവുന്ന ആക്സിയൽ ഡിഫോർമേഷനും സി ഡിയിൽ ഉണ്ടാവുന്ന ആക്സിയൽ ഡിഫോർമേഷനും നോക്കുക. ഈ ഒരു യൂണിറ്റ് ഡിഫ്ലക്ഷൻ താഴോട്ട് പോകുമ്പോൾ ഈ ജോയിന്റ് മൊത്തത്തിലാണ് താഴോട്ട് പോവുക. ജോയിന്റ് മൊത്തത്തിൽ താഴോട്ട് പോകുമ്പോൾ ബി ഡിക്ക് സത്യം പറഞ്ഞാൽ അതൊന്ന് കംപ്രസ് ആവും അല്ലെ? ബി ഡിയിൽ താഴോട്ടൊരു ഡിഫോർമേഷൻ ഉണ്ടാവുന്നുണ്ടാവും, സി ഡിയിലും ഡിഫോർമേഷൻ ഉണ്ടാവും. കാരണം ഇവിടെ ഫിക്സ്ഡ് എന്താണ്, ഇവിടെ നിന്നാണ് ഈ ഒരു മെമ്പർ ഡിയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. താഴോട്ട് ഇത് ഡിഫോം ചെയ്ത് കഴിയുമ്പോൾ ഡിഫോർമേഷൻ എങ്ങനെ വരും? ഇതുപോലെ വരും. അതായത് ഈ ഒരു ലെങ്ത് ഇത്ര കണ്ട് കുറഞ്ഞു അല്ലെ? ഇനീഷ്യൽ ലെങ്ത് ഇത്ര ആയിരുന്നു. താഴോട്ട് ഇതിന് ഡിഫോർമേഷൻ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ വന്നു കഴിയുമ്പോൾ ബി ഡി എന്ന് പറയുന്ന മെമ്പർ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലേക്ക് മാറി. അപ്പൊ അതിന്റെ ഒരു ലെങ്ത് കുറഞ്ഞില്ലേ? ലെങ്ത് കുറയാന്ന് പറഞ്ഞാൽ അതിന് കംപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ ആ വാല്യൂ, ആ ഡെൽറ്റ എത്രയാണെന്ന് നമുക്കറിയണം. അതിന് വേണ്ടി അത് എത്രയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഡിഫ്ലക്ഷൻ ഇത്രയാണ് എന്റെ യൂണിറ്റ് ഡിഫ്ലക്ഷൻ എന്ന് കരുതാം. ഇത്രയും ഡിസ്റ്റൻസ് ഞാൻ അതിനൊരു അപ്രോക്സിമേറ്റ് സ്കെയിലിൽ വരച്ചിട്ടുള്ളതാണ് യൂണിറ്റ് ഡിഫ്ലക്ഷൻ. ഇതാണ് ഡെൽറ്റ ഈക്വൽ ടു 1. ഓക്കെ. ഇവിടെ നിന്ന് ഞാൻ ഈ ബി ഡിയിലേക്കും സി ഡിയിലേക്കും ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ബി ഡിയിലെയും സി ഡിയിലെയും ആക്സിയൽ ഡിഫോർമേഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ബി ഡിയിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാല് ബി ഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇപ്പം ബി ഡിക്ക് ഇത് പെർപെൻഡിക്കുലർ ആയി. അതുപോലെ സി ഡിയിലേക്കും ഡ്രോപ്പ് ചെയ്യാം. സി ഡിയിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ സി ഡിയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് നോക്കാം. ഈ ഒരു ആംഗിള് 90 ഡിഗ്രി വരണം. അതായത് ഈ ഒരു ജോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു എൻഡിൽ നിന്ന് ബി ഡിയിലേക്ക് വരച്ചത് പെർപെൻഡിക്കുലർ ആണ്. എന്തിന്? ബി ഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ. ആൻഡ് സി ഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഒരു ലൈൻ. ഇനി ഇതെത്രയാണ്? ഡി ഇനീഷ്യൽ പൊസിഷൻ ആയിരുന്നു. ആ ഡിയിൽ നിന്ന് ഞാൻ യൂണിറ്റ് ഡിഫ്ലക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡി ഷിഫ്റ്റ് ചെയ്ത് ഡി വണ്ണിലേക്കായി എന്ന് വെക്കാം. ഞാൻ ആ പോയിന്റിനെ ഡി വൺ എന്ന് വിളിക്കുകയാണ്. ഇനീഷ്യൽ പൊസിഷൻ ഡി ആയിരുന്നു.
അവിടെ നിന്ന് യൂണിറ്റ് ഡിഫ്ലക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഡി D1ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനെ ലെറ്റ് ഇറ്റ് ബി D1. ഇനി ഈ ഡി തന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടില്ലേ? അതായത് ബി ഡിക്ക് ഉണ്ടാവുന്ന ഇനീഷ്യൽ പൊസിഷൻ ബി ഡി ആയിരുന്നു. ഇവിടെ നമ്മൾ വെർട്ടിക്കലി ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തപ്പോൾ ബി ഡി ചെറുതായി അല്ലെങ്കിൽ കംപ്രസ് ആയിട്ട് ഇത്രയുമായി. അതായത് ഇത് പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഈ ഒരു പോയിന്റ് വരെയാണ് ഇത് ഡീഫോം ചെയ്തത്. പുതിയ ലെങ്ത് എന്ന് പറയുന്നത് ബി, ഞാൻ D2 എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ബി ഡാഷ് അല്ല, D1 കൊടുക്കാം. ഇത് D2, ഇത് D3. അതായത് ബി ഡിയുടെ ഒറിജിനൽ പൊസിഷൻ ബി ഡി ആയിരുന്നു. യൂണിറ്റ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ബി ഡി കംപ്രസ് ആയി, അല്ലെങ്കിൽ അതിന് ആക്സിയലി കംപ്രസ്ഡ് ആയിട്ട് പുതിയ ഡിഫോർമേഷൻ അല്ലെങ്കിൽ പുതിയ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് D2 ആണ്. സിമിലർലി സി ഡി എന്ന് പറയുന്ന മെമ്പർ നമ്മൾ വെർട്ടിക്കലി ഒരു ഡിഫ്ലക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അതിലുണ്ടാവുന്ന ആക്സിയൽ ഡിഫോർമേഷൻ എഗെയിൻ കംപ്രഷൻ ആണ്. കംപ്രസീവ് ഡിഫോർമേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ വരുന്ന ലെങ്ത് എന്ന് പറയുന്നത് CD3 ആണ്. അപ്പൊ ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷൻ BD2 അല്ലെങ്കിൽ ബി ഡി എന്ന് പറയുന്ന മെമ്പറിൽ ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷൻ എത്രയാണ്? ഇത്ര ഉണ്ടല്ലേ. രണ്ടാമത്തെ ലെങ്ത് BD2 ആണെങ്കിൽ ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷൻ എത്രയാണ്? DD2 ആണ്. അതുപോലെ സി ഡി എന്ന് പറയുന്ന മെമ്പറിൽ ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷൻ എത്രയാണ്? DD3 ആണ്. മനസ്സിലായോ? DD2ന്റെ വാല്യൂ എത്രയാന്ന് കണ്ടാൽ ബി ഡിയിൽ ഉണ്ടായിട്ടുള്ള ആക്സിയൽ ഡിഫോർമേഷൻ കിട്ടി. അതുപോലെ DD3 എത്രയാന്ന് കണ്ടാൽ സി ഡിയിൽ ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷൻ കിട്ടി. ഇത് തന്നെയാണ് ഡെൽറ്റ ബി ഡി, ഇത് തന്നെയാണ് ഡെൽറ്റ സി ഡി. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? ഡി എന്ന് പറയുന്ന ജോയിന്റിൽ ഞാൻ വെർട്ടിക്കലി യൂണിറ്റ് ഡിഫ്ലക്ഷൻ കൊടുത്തു. യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ എ ഡിക്ക് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. അതായത് എ ഡി ഡയറക്ട്ലി വെർട്ടിക്കലി ഡിസ്പ്ലേസ് ചെയ്യും. ബട്ട് അതിന് എന്തുണ്ടാവില്ല? ആക്സിയൽ ഡിഫോർമേഷൻ ഉണ്ടാവില്ല. പക്ഷെ ഈ ഡി എന്ന് പറയുന്ന ജോയിന്റിൽ തന്നെ ബി ഡിയും സി ഡിയും ഇൻക്ലൈൻഡ് മെമ്പേഴ്സ് ആണ്. ഇവിടെ ഒരു വെർട്ടിക്കൽ ഡിഫോർമേഷൻ ഉണ്ടായാൽ ബി ഡിയും സി ഡിയും ഇത് താഴോട്ട് ഷിഫ്റ്റ് ആകും. താഴോട്ട് ഷിഫ്റ്റ് ആകുമ്പോൾ നോക്കാം, ഇതായിരുന്നു ബി ഡിയുടെ ഒറിജിനൽ പൊസിഷൻ. ഇത് ഇത്ര കണ്ട് താഴോട്ട് ഷിഫ്റ്റ് ആയി കഴിയുമ്പോൾ പുതിയ ബി ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇത്രയും എന്ന് പറഞ്ഞാൽ ബി ഡിയെക്കാളും കുറവായിരിക്കും അല്ലെ? അത് കംപ്രസ്ഡ് ആയി. അപ്പൊ നമുക്ക് അറിയേണ്ടത് എത്രയാണ് ബി ഡിയിൽ ഉണ്ടായ ഡിഫ്ലക്ഷൻ, എത്രയാണ് സി ഡിയിൽ ഉണ്ടായിട്ടുള്ള ആക്സിയൽ ഡിഫ്ലക്ഷൻ. അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഈ D1 വരച്ചു. ഇത് എത്രയാണ്? യൂണിറ്റ് ഡിഫ്ലക്ഷൻ. എന്നിട്ട് D1 എന്ന് മാർക്ക് ചെയ്തിട്ട് D1ൽ നിന്ന് ബി ഡിയിലേക്കും പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു, സി ഡിയിലേക്കും പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ D1ൽ നിന്ന് ബി ഡിയിലേക്ക് ഞാൻ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് കിട്ടിയ പോയിന്റ് ആണ് D2. D1ൽ നിന്ന് സി ഡിയിലേക്ക് പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്ത പോയിന്റ് ആണ് D3. നമുക്ക് കിട്ടേണ്ട ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് DD2, DD3. ഈ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. ഇത് രണ്ടും റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. നമുക്ക് ഡിഗ്രീസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ D1 എന്ന് പറയുന്നത് 1 ആയിരിക്കും, യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് DD2, DD3 കാണാൻ പറ്റും. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം കേട്ടോ. ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ D1, D2. അത് മാത്രമായിട്ട് എടുത്ത് വരയ്ക്കാം. D1, D2 എങ്ങനെ വരും? ഇങ്ങനെ വരും. D1, D2. D2ന്റെ എക്സ്റ്റെൻഡ് ചെയ്താൽ എന്താണ് ഇവിടെ വരിക? ഈ എൻഡില് ബി എന്ന് പറയുന്ന ജോയിന്റ് ആണ്. അപ്പൊ ബി ഡിയുടെ ഡിഫ്ലക്ഷൻ ആണ്, അല്ലെങ്കിൽ ബി ഡിയുടെ ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് കിട്ടുന്ന DD2. ഇത് 90 ഡിഗ്രി ആണ്. നമുക്ക് അറിയേണ്ടത് ഏതെങ്കിലും ആംഗിൾ. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആംഗിൾ എത്രയായിരുന്നു? ഈ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. 30 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നോക്കാം. ബി ഡി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള 30 ഡിഗ്രി അല്ലെ? ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ ഈ ഒരു ആംഗിൾ എത്ര വന്നു? നമുക്ക് 60 ഡിഗ്രി വന്നു. സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് ഈക്വൽ ടു 180. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആണ്. നമുക്ക് ഈ കിട്ടുന്ന ആംഗിൾ, അതായത് D2, D1 എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്ന് കിട്ടി. ഇനിയിപ്പോ നമുക്ക് ഒരു സൈഡും അറിയാം, ഇത് 1 ആണ്, യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ?
ഡി ഡി വൺ നോക്കൂ, ഇതാണ് ഡി ഡി വൺ, അത് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. പിന്നെ ഒരു ആംഗിൾ പറയുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ഡി ടു കാണാൻ പറ്റും. എങ്ങനെ കാണാം? ഈ ഡി ഡി ടു എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ അഡ്ജസ്റ്റന്റ് ആംഗിൾ ആണ്. അഡ്ജസ്റ്റന്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ കോസ് അഡ്ജസ്റ്റന്റ് സൈഡ് ആണെങ്കിൽ കോസ് 60 എടുക്കുക. കോസ് 60 ഈക്വൽ ടു അഡ്ജസ്റ്റന്റ് സൈഡ് എന്താണ്? ഡി ഡി ടു ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത്, അത് എത്രയാണ്? ഡി ഡി വൺ. ഡി ഡി വൺ. ഇതിൽ നമുക്ക് എന്താ വേണ്ടത്? ഡി ഡി ടുന്റെ വാല്യൂ ആണ് വേണ്ടത്. ഡി ഡി ടു ഈക്വൽ ടു ഡി ഡി വൺ കോസ് 60. ഡി ഡി വൺ എന്താണ് ഇവിടെ? യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡി ഡി വണ്ണിന്റെ വാല്യൂ 1 ഇൻറ്റു കോസ് 60. കോസ് 60 എത്രയാണ്? 0.5. അപ്പൊ ഡി ഡി ടുയിൽ ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, ആക്സിയൽ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് 0.5 ആണ്. ഇതുപോലെ തന്നെ ഇത് ഏതിലെയാണ്? ബി ഡിക്കകത്ത് ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷൻ ആണ്. അപ്പൊ ഞാൻ ഇവിടെ അടുത്തത് എഴുതാം. ഡെൽറ്റ ഇൻ എ ഡി എത്രയായിരുന്നു? 0 ആയിരുന്നു. ഡെൽറ്റ ഇൻ ബി ഡി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടി 0.5. ഇനി നമുക്ക് അറിയേണ്ടത് ഡെൽറ്റ ഇൻ സി ഡി. ബി ഡി ചെയ്ത പോലെ തന്നെ അടുത്ത ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഏതാണ്? ഡി ഡി ത്രീ, സോറി ഡി ഡി വൺ ഡി ത്രീ. ഒരു ട്രയാങ്കിൾ എടുത്ത് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഈ ഒരു ട്രയാങ്കിൾ അല്ലേ, ഡി ത്രീ ഡി ഡി വൺ. ഇത് 90 ഡിഗ്രി, ഡി ത്രീ ഡി ഡി വൺ. ഇതെത്രയാണ്? 1. കാരണം എന്താണ്? ഇത് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഉണ്ടാവുന്ന ജോയിന്റ് ഏതാണ്? നമ്മൾ സി ഡി അല്ലേ കൺസിഡർ ചെയ്തത്, ഇത് സി. ഇനി നമുക്ക് ഇതിന്റെ മൊത്തത്തിലുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതായത് തന്നിട്ടുള്ള ആംഗിൾ ഏതാണ്? ഈ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ ഇവിടെ ഏതായിട്ട് വരും? നോക്കാം. വെർട്ടിക്കലും സി ഡിയും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. അതായത് ഇവിടെ വെർട്ടിക്കലും ഈ സി ഡിയും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? 60 ഡിഗ്രി. ഈ ആംഗിൾ എന്ത് വരും? 30 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇത് രണ്ട് പാരലൽ ലൈൻസ്. പാരലൽ ലൈനിൽ ഒരു ലൈൻ കട്ട് ചെയ്താൽ ഓപ്പോസിറ്റ് ആംഗിൾ രണ്ടും ഈക്വൽ ആയിരിക്കും. അത് അങ്ങനെ കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ ഇത് 30 ആയാൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, ബാക്കി വരുന്നത് 60 ഡിഗ്രി. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് ഈക്വൽ ടു 180. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 30 ഡിഗ്രി ആയിരിക്കും, കാരണം ഇത് 90 ഡിഗ്രി ആണ്. ഇതെന്താ? നമുക്ക് 30 ഡിഗ്രി എന്ന് വന്നു. ഇനി വീണ്ടും പഴയ പോലെ തന്നെ നമുക്ക് നോക്കാം. നമുക്ക് എന്താണ് വേണ്ടത്? ഡി ഡി ത്രീ ആണ് വേണ്ടത്. ഈ 30 ഡിഗ്രിയുടെ അഡ്ജസ്റ്റന്റ് സൈഡ് ആണ് ഡി ഡി ത്രീ. അഡ്ജസ്റ്റന്റ് സൈഡ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? cos 30 എടുക്കാം. cos 30 ഈക്വൽ ടു അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസ്റ്റന്റ് സൈഡ് എന്ന് പറയുന്നത് ഡി ഡി ത്രീ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്, അത് എത്രയാ? ഡി ഡി വൺ. ഇതിൽ നിന്ന് നമുക്ക് ഡി ഡി ത്രീ കിട്ടും. ഡി ഡി ത്രീ ഈക്വൽ ടു ഡി ഡി വൺ cos 30. ഡി ഡി വൺ എന്ന് പറയുന്നത് ഇതാണ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. സോ 1 cos 30. എത്രയാണ് 1 cos 30? cos 30യുടെ വാല്യൂ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സി ഡിയുടെ ഡിഫ്ലക്ഷൻ ഡി ഡി ത്രീ. അപ്പം ഡെൽറ്റ ഇൻ സി ഡി എന്ന് പറയുന്നത് 0.87. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ? 3 മെമ്പേഴ്സിൽ ഉണ്ടായിട്ടുള്ള ആക്സിയൽ ഡിഫോർമേഷന്റെ വാല്യൂ കിട്ടി. നമുക്ക് ബീറ്റ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എത്രയായി? ബീറ്റ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 0, 0.5, 0.87. ഇനി ഒന്ന് നോക്കുക, ഇത് കംപ്രഷൻ അല്ലേ ഉണ്ടായിട്ടുള്ളത്. അതായത് താഴോട്ട് നമ്മളൊരു യൂണിറ്റ് ഡിഫ്ലക്ഷൻ കൊടുത്തപ്പോൾ ബി ഡിയിൽ ഉണ്ടായിട്ടുള്ളത് എന്താണ്? കംപ്രഷൻ ആണ്. ലെങ്ത് കുറയുവാണ് ചെയ്തത്. അപ്പം കംപ്രഷൻ എപ്പോഴും എന്തായിട്ട് നമ്മൾ കൊടുക്കുക? നെഗറ്റീവ് ആയിട്ടാണ് കൊടുക്കുക അല്ലെ? അപ്പൊ ഇതിന് ഈ രണ്ട് വാല്യൂസിന് നമ്മൾ നെഗറ്റീവ് ആയിട്ടും കൂടെ കൊടുക്കണം. ഇതാണ് ബീറ്റ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം.
ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? യൂണിറ്റ് ഡിഫ്ലക്ഷൻ കൊടുക്കുക, അവിടെ നിന്ന് 2 പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക, എന്നിട്ട് ആ ഒരു ട്രയാങ്കിളിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വരയ്ക്കുക. എത്രയാണ് ആ ആംഗിൾ വരിക എന്ന് നോക്കാം. നമുക്ക് ഓൾറെഡി ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട്. ആ ആംഗിൾ വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ആംഗിൾ കാണും. നമുക്ക് കാണേണ്ടത് എത്രയാണ് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ. അത് DD2, ഇവിടെ DD3. അതെന്ന് പറയുന്നത് ഈ ഒരു ആംഗിളിന്റെ അഡ്ജസെന്റ് സൈഡ് ആണ്. അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വരുന്നത് കോസ് ആണ്. അപ്പൊ cos 60 എടുക്കുക. cos 60 എടുക്കുമ്പോൾ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ രണ്ടിടത്ത് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്? DD1 ആണ്. അതായത് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ 1 ആണ്. അപ്പൊ നമുക്കത് cos 60 അല്ലെങ്കിൽ ഇവിടെ cos 30 കൊടുത്തു കഴിയുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് കിട്ടുന്നത് ആക്സിയൽ ഡീഫോർമേഷൻ ആണ്. പിന്നെ അതിന്റെ ഡയറക്ഷൻ നോക്കുക. അതായത് ഇവിടെ കംപ്രഷൻ ആണ് ഉണ്ടാവുന്നത്. അപ്പം ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് കൊടുക്കുക രണ്ടിടത്ത്. AD ആക്സിയൽ ഡീഫോർമേഷൻ ഒന്നും വരുന്നില്ല. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ബീറ്റ മെട്രിക്സിന്റെ സെക്കൻഡ് കോളം കാണണം. സെക്കൻഡ് കോളം കാണാൻ നേരം എന്ത് ചെയ്യണം? അപ്ലൈ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ജോയിന്റ് ഡി അലോങ് സെക്കൻഡ് കോർഡിനേറ്റ്. സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. അപ്പൊ ഈ ഒരു ഡയറക്ഷനിൽ ഞാൻ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കും. എന്നിട്ട് ADയിലും BDയിലും CDയിലും ഉണ്ടായിട്ടുള്ള ആക്സിയൽ ഡീഫോർമേഷൻ അതെങ്ങനെ ചെയ്യാം? ഇതാണ് നമ്പർ ABCD. ഞാൻ കൊടുക്കുന്നത് എവിടെയാണ്? സെക്കൻഡ് കോർഡിനേറ്റിന് അലോങ് ആയിട്ട് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിൽ അല്ലെ? യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുകയാണ്. അപ്പം ADയിലും BDയിലും CDയിലും ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്. ADയിൽ എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് വരിക? ഞാൻ ADക്ക് അലോങ് ആയിട്ടാണ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഡെൽറ്റ ഇൻ AD എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. കാരണം AD എന്ന് പറയുന്നത് 1ന് അലോങ് ആയിട്ടല്ലേ ഈ ഒരു മെമ്പർ ഉള്ളത്. 1 ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് Dയിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ AD യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട് മാറും. ശരിയല്ലേ? ഇനി യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് AD ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് BDയിലും CDയിലും ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷൻ അറിയണം. BDയിലും CDയിലും ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷൻ അറിയാനായിട്ട് ഇത്ര കണ്ട് ഇതാണ് എന്റെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കരുതാം. യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കരുതിയാൽ BDയും CDയിലും ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഞാൻ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇതാണ് BD എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് CD എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ CD എന്ന് പറയുന്നതിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരച്ചു. BD എന്ന് പറയുന്നതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഒരു ഡയറക്ഷനിൽ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ Dയില് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ പുതിയ പോയിന്റ് ആണ് D1. അതായത് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ D എന്ന് പറയുന്നത് D1ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ വാല്യൂ ആണ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഇതിൽ ഞാൻ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാം. D1ൽ നിന്ന് BD, ഇതാണ് BD എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. BDയിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. ഇതെന്താണ്? 90 ഡിഗ്രി. ഇനി D1ൽ നിന്ന് CDയുടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ലൈനിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാം. ഏകദേശം ഇതുപോലെ വരും. എന്നിട്ട് ഈ BD എക്സ്റ്റെൻഡ് ചെയ്തിട്ട് D1ലെ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്ത പോയിന്റിനെ ഞാൻ D2 എന്ന് വിളിക്കുകയാണ്. അതുപോലെ D1 CDയിൽ ഡ്രോപ്പ് ചെയ്തപ്പോൾ കിട്ടിയ പോയിന്റിനെ D3 എന്ന് വിളിക്കുകയാണ്. ക്ലിയർ ആയോ? അതായത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ കോർഡിനേറ്റ് 2. കോർഡിനേറ്റ് 2ന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇവിടെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു. അപ്പൊ D എന്ന് പറയുന്നത് D1ലേക്ക് ഷിഫ്റ്റ് ആയി. അത് തമ്മിലുള്ള ഡിഫറൻസ് D1 എന്ന് പറയുന്നത് 1 ആയിരിക്കും യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ADയിൽ ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ
D1 ആയി. ആ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 1 ആണ്. അപ്പൊ ഡെൽറ്റ ഇൻ എ ഡി എന്ന് പറയുന്നത് 1. ഇനി ബി ഡിയിലെ ഡിഫ്ലക്ഷനും സി ഡിയിലെ ഡിഫ്ലക്ഷനും അറിയാനായിട്ട് ഇത് ഇലോങ്ങേറ്റ് ചെയ്യുമല്ലോ ചെയ്തത്. ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ബി ഡിയിലെ ടെൻഷൻ ആയിരിക്കും, സി ഡിയിലും ടെൻഷൻ ആയിരിക്കും. ആ ടെൻഷൻ അറിയാൻ വേണ്ടി ഞാൻ ഈ ബി ഡി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുള്ളതാണ് ഈ ഒരു ലൈൻ. ഈ ഒരു ലൈൻ. ബി ഡി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് D1ൽ നിന്ന് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. ആ പോയിന്റ് D2. അതുപോലെ സി ഡി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ സി ഡി എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോകും ഏകദേശം കേട്ടോ. ഇതിന്റെ ഇൻലൈൻ ആയിട്ട് വരയ്ക്കുക. വരച്ചതിൽ ചെറിയ ഇൻക്ലിനേഷൻ ഉണ്ട്. സി ഡി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് D1ൽ നിന്ന് ഞാൻ ഈ D3യിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. ആ ഡ്രോപ്പ് ചെയ്ത പോയിന്റ് ആണ് D3. ഇനി നമുക്ക് നേരത്തെ കണ്ട പോലെ ഫസ്റ്റ് കോളം കാണാനായിട്ട് സെക്കൻഡ് കോളം ആണ് വേണ്ടത്. സെക്കൻഡ് കോളത്തിൽ ആദ്യം ഡെൽറ്റ എ ഡി എന്ത് വന്നു? 1 വന്നു. ഇനി നമുക്ക് ഡെൽറ്റ ബി ഡി അറിയണം, ഡെൽറ്റ സി ഡി അറിയണം. ആദ്യം ഡെൽറ്റ ബി ഡി കാണാം. ഡെൽറ്റ ബി ഡി എന്ന് പറഞ്ഞാൽ ഈ ബി ഡിക്ക് എന്ന് പറയുന്നത് D2 D1 ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. D2 D1. ഇത് 90 ഡിഗ്രി ആണ്. D1 D2 D. ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ ബി ആണ്. ഈ ആംഗിൾ നമുക്കറിയാം 30 ഡിഗ്രി. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ഒരേ ലൈന് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ബി ഡി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. ഇവിടെയും ഈ D2 എന്ന് പറയുന്നത് ബി ഡിയുടെ എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ അതേ ലൈനും ഈ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി തന്നെയായിരിക്കും. D1 എന്ന് പറയുന്നത് 1 ആണ് നമുക്കറിയാം. നമുക്ക് അറിയേണ്ടത് D2 ആണ് അല്ലെ? ഡെൽറ്റ ബി ഡി എന്ന് പറയുന്നത് D2 ആണ്. D2 എന്ന് പറയുന്നത് 30യുടെ അഡ്ജസന്റ് സൈഡ് ആണ് അല്ലെ? ആംഗിൾ എവിടെയാണ് വന്നിട്ടുള്ളത്? ഇവിടെയാണ് 30 ഡിഗ്രി. 30യുടെ അഡ്ജസന്റ് സൈഡ് ആണ് D2. നമുക്കിവിടെ D2 കിട്ടാനായിട്ട് കോസ് 30 എടുക്കുക. കോസ് 30 എന്ന് പറയുന്നത് D2 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് D1. എത്രയാണ്? 1 ആണ്. അപ്പൊ D2 എന്ന് പറയുന്നത് 1 cos 30. cos 30 എത്രയാണ്? √3/2 0.87. അപ്പൊ D2ന്റെ വാല്യൂ എന്ത് വന്നു? 0.87 വന്നു. ഇനി ഇതുപോലെ തന്നെ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് എനിക്ക് സി ഡിയുടെ ആണ് വേണ്ടത്. സി ഡി കാണാനായിട്ട് D3 D2 അല്ലെ? D3 D2ന് ഇത് 90 ഡിഗ്രി. D1 D3 D. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കിട്ടുന്ന ജോയിന്റ് ഏതാണ്? സി ആണ്. ജോയിന്റ് നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ എവിടുത്തെ ആംഗിൾ ആണ്? ഇതും വെർട്ടിക്കൽ ആയിട്ടുള്ള ആംഗിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 30 ഡിഗ്രിന്ന് ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? 60 ഡിഗ്രി വരും. മൊത്തം 90 ഡിഗ്രി ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള 30 ഡിഗ്രി. ഈ ഒരു ആംഗിൾ എത്ര വന്നു? 60 ഡിഗ്രി. ഈ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ വരിക അല്ലെ? സി ഡി ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ ആണ് 60 ഡിഗ്രി. അത് തന്നെയാണ് എക്സ്റ്റൻഷൻ D3 വന്നിട്ടുള്ളത്. അതും ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇതിനോട് സെയിം ആയിരിക്കും 60 ഡിഗ്രി. നമുക്ക് അറിയേണ്ടത് D3 ആണ്. D3 കിട്ടാനായിട്ട് cos 60 എടുക്കുക. cos 60 എന്ന് പറയുന്നത് D3 ബൈ D1. D1ന്റെ വാല്യൂ 1 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? D3 എന്ന് പറയുന്നത് 1 cos 60 വരും. 1 cos 60 എന്ന് പറഞ്ഞാൽ 0.5. അപ്പം ഡെൽറ്റ ഇൻ സി ഡി എന്ന് പറയുന്നത് D3. അത് എത്ര കിട്ടി? 0.5 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ബീറ്റ മെട്രിക്സ് എഴുതാം നമുക്ക്. ഫൈനലി ബീറ്റ മെട്രിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാം. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 0 -0.5 -0.87. ഇനി സെക്കൻഡ് കോളത്തില് ആദ്യം ഡെൽറ്റ എ ഡി എത്രയാണ്? 1 വന്നു. 1
അതെന്താണ്? ടെൻഷൻ ആണ് അല്ലെ? ഇലോങ്ങേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ടെൻഷൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ബി ഡിയും ഇലോങ്ങേറ്റ് ചെയ്യുക ചെയ്തത്, സി ഡിയും ഇലോങ്ങേറ്റ് ചെയ്തു. അപ്പൊ മൂന്നിലും ഇലോങ്ങേഷൻ അഥവാ ടെൻഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം പോസിറ്റീവ് വാല്യൂസ് 1, 0.87 ആൻഡ് 0.5. ഇതാണ് ബീറ്റ മെട്രിക്സ് വരിക. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? എവിടെയെങ്കിലും ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ബീറ്റ മെട്രിക്സ് കിട്ടി. ഇനി ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള പ്രൊസീജിയർ. അതായത് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് കെ മെട്രിക്സ് എഴുതാം. ഇവിടെ കെ മെട്രിക്സ് എഴുതാൻ നേരം നിങ്ങൾ ഫോർമുല ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്ട്ലി കെയുടെ ഇക്വേഷൻ എ ഇ ബൈ എൽ. ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഒരു മെമ്പറിൽ ഉണ്ടാവുന്ന സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ എ ഇ ബൈ എൽ ആണ്. ഇവിടെ 3 എലമെന്റ് ഉണ്ട് ഇല്ലേ? കെ എന്ന് പറയുന്നത് ഇവിടെ 3 എലമെന്റ് ഉണ്ട്. അപ്പൊ എലമെന്റ് 1 0 0 0, കെ എലമെന്റ് 2 0. മെത്തേഡുകൾ തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. അതിലും പല തരത്തിലല്ലേ നമ്മൾ എടുക്കാം. ഇവിടെ കെ ഇ വൺ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് എലമെന്റിന്റെ ലെങ്ത് എത്രയാണ്? ഫസ്റ്റ് എലമെന്റ് എ ഡി. നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഓക്കെ, ലെങ്ത് അങ്ങനെ തന്നെ കിടക്കട്ടെ. നമുക്ക് ചെയ്യാം. നോക്കുക, ഇത് ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട് ഇല്ലേ? എ ഇ ബൈ എൽ. എയും 400 ആണ്, എല്ലും 400 ആണ്. ഫസ്റ്റ് മെമ്പർ എലമെന്റ് 1 എന്ന് പറയുന്നത് എ ഡി. എ ഡിയുടെ എ ഇ 400ഉം എല്ലും 400. അപ്പം കെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കെ എന്ന് പറയുന്നത് എ ഇ ബൈ എൽ ആണ്. എ ഇ ബൈ എൽ എ ഡിയുടെ വരുമ്പോ കെ വൺ എന്തായി? എ ഇ 400 ആണ്, എല്ലിന്റെ വാല്യൂ 400 ആണ്. അപ്പൊ കെ വൺ എന്താ? 1 ആയി. ഇനി കെ ടു സെക്കൻഡ് എലമെന്റ് ഏതാണ്? ബി ഡി. ബി ഡിയുടെ എ ഇയുടെ വാല്യൂ 461.9 ബൈ 461.9. എയും എല്ലും എല്ലാത്തിനും സെയിം ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ 1. ഇനി കെ ത്രീ വരുമ്പോഴോ? കെ ത്രീ എന്ന് പറയുന്നത് എലമെന്റ് 3, അത് സി ഡി ആണ് മെമ്പർ. എ എന്ന് പറയുന്നത് 400, എൽ എന്ന് പറയുന്നത് 800, എൽ എന്ന് പറയുന്നതും 800. കെ ത്രീയുടെ വാല്യൂ 1 ആയി. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നമുക്ക് ഡയറക്ട്ലി കെ എഴുതാൻ നേരം എങ്ങനെ എഴുതാം? കെ ഇ വൺ എന്ന് പറയുന്നത് എ ബൈ എൽ 1 ആണ്. കെ ഇ ടു 1 ആണ്. കെ ഇ ത്രീ 1 ആണ്. എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? എ ഇ ബൈ എല്ലിന് തന്നിട്ടുള്ള ഒരു എലമെന്റിന്റെ എയും എല്ലും ഈക്വൽ ആണ്. അപ്പൊ അത് 1 ആയില്ലേ? അപ്പൊ കെ എന്ന് പറയുന്നത് 1 0 0 0 1 0 0 0 1. ഇതാണ് നമ്മുടെ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതാണ് സ്റ്റെപ്പ് 3. നമുക്ക് എന്ത് കിട്ടി? ആദ്യം നമുക്ക് ബീറ്റ മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്, കെ മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കണ്ടുപിടിക്കുന്നത് മനസ്സിലായില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. ബീറ്റ ട്രാൻസ്പോസ് ഇൻറ്റു കെ ഇൻറ്റു ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? കെ എന്ന് പറയുന്നത് എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ഞാൻ ടൈം കളയുന്നില്ല. അപ്പം കെയുടെ വാല്യൂ വരുന്നത് ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കാം. 1 മൈനസ് 0.87 മൈനസ് 0.87 1. ഇതാണ് കെ മെട്രിക്സിന്റെ വാല്യൂ വരാം. ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/2 മെട്രിക്സ് ആണ്. കാരണം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. 2/2 മെട്രിക്സ് ആയിരിക്കും കെ മെട്രിക്സിന്റെ ഓർഡർ. ഓക്കെ, ഇത് ബീറ്റ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കെ മെട്രിക്സ്, ഈ കെ എന്ന് പറയുന്ന വാല്യൂ ഇതാ ഈ മെട്രിക്സ് ആണ്. 1 0 0 0 1 0 0 0 1. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ വാല്യൂ ആണ് 1 മൈനസ് 0.87 മൈനസ് 0.87 1. സ്റ്റെപ്പ് 4 കഴിഞ്ഞു. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ടി മെട്രിക്സ് എഴുതാം. ടി മെട്രിക്സ് എഴുതുന്നത് സിമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഏതൊക്കെയാണ്, ആ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ഏതെങ്കിലും ജോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടോ, ആ ലോഡ് എടുത്താൽ മതി. ഇവിടെ ഡി ആണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള ജോയിന്റ്. ഇവിടെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് 80 kN താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ എടുത്ത കോർഡിനേറ്റ് ഡയറക്ഷൻ. 2 റൈറ്റിലേക്കും
1 താഴോട്ട്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള കോർഡിനേറ്റിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്. ആ ഡയറക്ഷനിൽ തന്നെയാണ് ഇവിടെ 80 kN ലോഡ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഹൊറിസോണ്ടൽ കോർഡിനേറ്റിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ എന്താണ് പി മെട്രിക്സ് വരിക? ഫസ്റ്റ് കോർഡിനേറ്റിൽ 80 kN, അത് രണ്ടും സെയിം ഡയറക്ഷനിലാണ്. അപ്പൊ +80. പിന്നെ 2, അതായത് കോർഡിനേറ്റ് 2ന്റെ ഡയറക്ഷനിൽ ലോഡ് ഒന്നുമില്ല, അപ്പൊ 0. നമ്മുടെ പി മെട്രിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോർഡിനേറ്റിന്റെ ലോങ് ആയിട്ട് 80 kN താഴോട്ടാണ്. അതേ ഡയറക്ഷനിലാണ് നമ്മൾ കോർഡിനേറ്റ് അസ്യൂം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ പ്ലസ് ആയിട്ട് കരുതുക. ദെൻ കോർഡിനേറ്റ് 2ല് ഫോഴ്സ് ഒന്നുമില്ല, 0. ഇതാണ് നമ്മുടെ പി മെട്രിക്സ്. പി മെട്രിക്സ് അറിയാം, കെ മെട്രിക്സ് അറിയാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ കിട്ടും, ഇല്ലേ? സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞാല് പി ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ. ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്, പി മെട്രിക്സ് അറിയാം, ഇതിൽ നിന്ന് ഡെൽറ്റ കിട്ടും. 80 കെ ഈക്വൽ ടു കെ മെട്രിക്സ്, ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഏതാണ്? ഈ ഒരു മെട്രിക്സ് 1 minus 0.87 minus 0.87 1 into delta 1 delta 2. ഇതിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലി ഡെൽറ്റ 1 ഡെൽറ്റ 2 കിട്ടും. എങ്ങനെയാ ഇക്വേഷൻ ഫോം ചെയ്യാം? ഡെൽറ്റ 1 മൈനസ് 0.87 ഡെൽറ്റ 2 ഈക്വൽ ടു 80. അതുപോലെ മൈനസ് 0.87 ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ 1ന്റെ വാല്യൂ 128 എന്ന് കിട്ടുന്നുണ്ടോ നോക്കുക. ഡെൽറ്റ 2ന്റെ വാല്യൂ 55.42 എന്ന് കിട്ടും. ഇതിനെ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? ഡെൽറ്റ 1 ഡെൽറ്റ 2 ഈക്വൽ ടു 128 55.42. ഈ ഡെൽറ്റ 1 ഡെൽറ്റ 2 എന്താണ്? നമ്മുടെ കോർഡിനേറ്റ് 1ന്റെ ഡയറക്ഷനിലുള്ള ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ്. ഡെൽറ്റ 2 എന്ന് പറയുന്നത് കോർഡിനേറ്റ് 2ന്റെ ഡയറക്ഷനിലുള്ള ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് അറിയേണ്ടത് എന്താണ്? മെമ്പേഴ്സിൽ ഓരോ മെമ്പറിൽ ഉണ്ടാവുന്ന ഡീഫോർമേഷൻ കാണണം, എന്നിട്ട് ഓരോ മെമ്പറിലെ ഫോഴ്സും കാണണം. 2 സ്റ്റെപ്പും കൂടെ ഉള്ളൂ. ഞാൻ വേഗം പറഞ്ഞ് ഈ പ്രോബ്ലം ഒന്ന് അവസാനിപ്പിക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്യാപിറ്റൽ ഡെൽറ്റയാണ്. ഇനി അറിയേണ്ടത് സ്മോൾ ഡെൽറ്റ. സ്മോൾ ഡെൽറ്റ എന്ന് പറയുന്നത് ഓരോ മെമ്പറിൽ ഉണ്ടാവുന്ന ഡീഫോർമേഷൻ, അല്ലെ? ഇവിടെ എത്ര മെമ്പർ ഉണ്ട്? ആകെ 3 മെമ്പർ ഉണ്ട്. 3 മെമ്പറിൽ ഓരോ ഡീഫോർമേഷൻ ഉണ്ടാവും. അപ്പം സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത് മെമ്പർ ഡീഫോർമേഷൻ. മെമ്പർ ഡീഫോർമേഷൻ ഡെൽറ്റ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ഡെൽറ്റ. നേരത്തെ ചെയ്തിട്ടുള്ള അതേ സ്റ്റെപ്പുകൾ തന്നെയാണ്. ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 3 3 മെമ്പറിലുള്ളത്. ബീറ്റയുടെ വാല്യൂ എന്താണ്? 0 മൈനസ് 0.5 മൈനസ് 0.87 1 0.87 0.5 ഇൻറ്റു ഇപ്പൊ ഡെൽറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? ഡെൽറ്റ എത്രയാണ് വന്നിട്ടുള്ളത്? 128 ആൻഡ് 55.42. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഡെൽറ്റയുടെ വാല്യൂ കിട്ടും. ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 0 ഇൻറ്റു 128 0 പ്ലസ് 1 ഇൻറ്റു 55.42 എത്ര വരും? 55.42. then second row into this column. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ -16. അതുപോലെ തേർഡ് റോ ഇൻറ്റു അടുത്ത കോളം -83.14. എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? മെമ്പർ ഡീഫോർമേഷൻ. ഓരോ മെമ്പറിൽ ഉണ്ടായിട്ടുള്ള ഡീഫോർമേഷൻ. ഇത് ഏതായിരുന്നു മെമ്പർ? എ ഡി, ബി ഡി, സി ഡി. 3 മെമ്പറിലെയും ഡീഫോർമേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഡീഫോർമേഷൻ കിട്ടിയാൽ ഡയറക്റ്റ്ലി നമുക്ക് എന്താണ്? മെമ്പർ ഫോഴ്സ് കാണാം. സ്റ്റെപ്പ് 7 8 എന്ന് പറയുന്നത് മെമ്പർ ഫോഴ്സ് കാണാൻ സ്മോൾ കെ ഇൻറ്റു ഡെൽറ്റ. കഴിഞ്ഞ ഫ്രെയിമിലൊക്കെ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയല്ലേ? കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ കെ എടുക്കുമ്പോൾ സ്മോൾ കെ ഉണ്ട്, ക്യാപിറ്റൽ കെ ഉണ്ട്. സ്മോൾ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സ്മോൾ ഡെൽറ്റ, ക്യാപിറ്റൽ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ ഡെൽറ്റ. സ്മോൾ കെ എന്ന് പറയുന്നത് ഏതായിരുന്നു? 1 0 0 0 1 0 0 0 1. ഓക്കെ, ഇൻറ്റു സ്മോൾ ഡെൽറ്റ എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ള ഡെൽറ്റ 55.42 -16 -83.14 ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇത് തന്നെ വാല്യൂസ് വരും. യൂണിറ്റ് മെട്രിക്സ് അല്ലേ? യൂണിറ്റ് മെട്രിക്സ് വെച്ചിട്ട് ഏത് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതേ വാല്യൂസ് തന്നെ വരും. മൾട്ടിപ്ലൈ ചെയ്യാൻ നിന്ന് സമയം കളയണ്ട. ഇതാണ് നമ്മുടെ ഫൈനൽ വാല്യൂ. ഇതിനെ ഒന്നും കൂടെ ടാബുലർ ഫോമിൽ എഴുതാം. ഇതെന്താണ്? ടെൻഷൻ ആണ്.
ഇത് രണ്ടും കംപ്രഷൻ ആണ്. ഇതാണ് മെമ്പർ ഫോഴ്സ് 55.42 എന്ന് പറയുന്നത് മെമ്പർ ഫോഴ്സ് ഇൻ മെമ്പർ എ ഡി. ഇൻ മെമ്പർ ബി ഡിയിലെ ഫോഴ്സ് ആണ് -16. അതുപോലെ സി ഡിയിലെ ഫോഴ്സ് ആണ് 83.14. മെമ്പർ എഴുതിയേക്കുന്നത് കറക്റ്റ് അല്ലേ? അതെ, എ ഡി ബി ഡി സി ഡി. ഞാൻ ഇത്തിരി സ്പീഡിൽ പോയി, കാരണം നിങ്ങൾ ഇത് ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ്, വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ടാണ്. ഇത് വാല്യൂസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇത്രയുള്ളൂ ഈ ഒരു പ്രോബ്ലം. ആകെ ഡിഫറൻസ് വരുന്നത് ബീറ്റ മെട്രിക്സ് കാണാൻ വേണ്ടി മാത്രമാണ്. കെ മെട്രിക്സിൽ ഡിഫറൻസ് ഉണ്ട്, ബട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആണ് എ ഇ ബൈ എൽ ഡയറക്ട്ലി എഴുതുക കെ മെട്രിക്സ് ആയിട്ട്. ബീറ്റ മെട്രിക്സ് കാണാൻ മാത്രമേ ടൈം എടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇക്വേഷനിൽ മൾട്ടിപ്ലൈയിലാണ്.